നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സ്ഥാനമാനങ്ങളെല്ലാം കണ്ണൂരുകാർക്കെന്ന സമ്മേളനത്തിൽ വിമർശനം. യോഗ്യത മാത്രമാണ് മാനദണ്ഡമെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നത് വെറുതെയെന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം PB ഹർഷകുമാർ. ആശാസമരം നടക്കുമ്പോൾ PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടിയതിനും വിമർശനം. മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്തുയരുന്നില്ലെന്നും പ്രതിനിധികൾ. മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് മാണൂർ സ്വദേശി അബ്ദുൾ ലത്തീഫ്. മർദ്ദനം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ ആളെ കയറ്റിയതിന് 3 ബസ് ജീവനക്കാർ കസ്റ്റഡിയിൽ. പ്രതിഷേധവുമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനുമായി തെളിവെടുപ്പ്. ആദ്യം എത്തിച്ചത് അമ്മുമ്മയെ കൊലപ്പെടുത്തിയ പാങ്ങോട്ടെ വീട്ടിൽ. ആഭരണങ്ങൾ പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിൽ നാളെ തെളിവെടുപ്പ്. ശുചിമുറിയിലേക്ക് കൊണ്ടുപോകും വഴി അരമതിലിൽ നിന്ന് ചാടി അഫാന് പരുക്ക്. കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് ദമ്പതിമാർക്കുള്ള പോലീസ് സംരക്ഷണം നീട്ടും. അടുത്ത ഹിയറിംഗ് വരെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. തട്ടിക്കൊണ്ടുവന്നതല്ലെന്ന് ആശ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി. നാടുവിട്ട താനൂരിലെ വിദ്യാർത്ഥികളുമായി പോലീസ് നാട്ടിലേക്ക്. നാളെ ഉച്ചയ്ക്ക് മലപ്പുറത്തെത്തിക്കും. പെൺകുട്ടികളെ കണ്ടെത്തിയത് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ. നാടുവിടാനുള്ള കാരണം അവ്യക്തം. ഹൈക്കോടതി ജഡ്ജി ബദറുദ്ദീനെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം. വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന് പരാതി. തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്ന ആവശ്യം. മാപ്പ് പറയില്ലെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ. ഇന്നത്തേക്ക് അവധിയെടുത്തു. ആലപ്പുഴയിൽ MDMAയുമായി CPM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിൽ. പിടിയിലായത് മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് ജയരാജ്. MDMA വിറ്റത് വഴി ലഭിച്ച പണവും പിടിച്ചെടുത്തെന്ന് പോലീസ്. മണ്ഡല പുനർനിർണയത്തിൽ കേന്ദ്രത്തിനെതിരെ പോരാട്ടം കടുപ്പിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി. പിണറായി വിജയൻ ഉൾപ്പെടെ 7 മുഖ്യമന്ത്രിമാർക്ക് MK സ്റ്റാലിന്റെ കത്ത്. ഈ മാസം 22-ന് ചെന്നൈയിൽ സംയുക്ത യോഗം. വാർത്തയിലേക്ക് വിശദമായി. പാർട്ടി സമ്മേളനത്തിൽ വിമർശന സ്വരം. CPM സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് വിമർശനം. മെറിറ്റും മൂല്യവും എപ്പോഴും പറയുന്ന പാർട്ടി സെക്രട്ടറി സ്ഥാനങ്ങൾ കണ്ണൂരുകാർക്ക് നൽകുന്നുവെന്ന് പത്തനംതിട്ടയിൽ നിന്നുള്ള PB ഹർഷകുമാർ ചൂണ്ടിക്കാട്ടി. സർക്കാരിന് നേരെ വരുന്ന വിമർശനങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ എല്ലാ മന്ത്രിമാരും തയ്യാറാകുന്നില്ലെന്ന് കൊല്ലത്ത് നിന്നുള്ള പ്രതിനിധി വിമർശിച്ചു. മുഖ്യമന്ത്രി ഒഴികെയുള്ള മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്തുയരുന്നില്ല. വമ്പൻ വ്യവസായങ്ങൾക്ക് പിറകെ പോകുമ്പോൾ അടിസ്ഥാന വിഭാഗങ്ങളെ മറക്കരുത്. പാർട്ടി കെട്ടിപ്പടുത്തത് തൊഴിലാളിയിലൂടെയെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. കയർ തൊഴിലാളികളെ 2ാം പിണറായി സർക്കാർ തഴഞ്ഞു. ആശാസമരം നടക്കുമ്പോൾ PSC അംഗങ്ങളുടെ ശമ്പളം പരിഷ്കരിച്ചതിനെയും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും വിമർശനമുയർന്നെന്നും അത് മാധ്യമങ്ങൾ പറയും പോലുള്ള വിമർശനമല്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. UDF BJP കൂട്ടുകെട്ട് തുറന്നു കാണിക്കാനുള്ള തുടർച്ചയായ പ്രവർത്തനം വേണമെന്ന് ചർച്ചയിൽ അഭിപ്രായമുയർന്നു. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ഇടപെടൽ വേണമെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഉദ്ഘാടന പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വെച്ച സാർവദേശീയവും ദേശീയവുമായ വിഷയങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി സംഘടനയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നിട്ടുള്ളത്. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടും തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ ഉണ്ടായി. ചർച്ചകൾ നടന്നു. അത് സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യം. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം സമ്മേളനത്തിൽ നടന്നത്? സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് നടന്നത് പൊതു ചർച്ചയാണ്. ഇന്നലെ
സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയാണ് ഇന്ന് നടന്നത്. 8 മണിയോടുകൂടിയാണ് പൊതുചർച്ച അവസാനിച്ചത്. നാളെ ഈ പൊതുചർച്ചയ്ക്ക് നാളെ വൈകിട്ട് സംസ്ഥാന സെക്രട്ടറി മറുപടി പറയും. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് പത്തനംതിട്ട എന്നുള്ള ജില്ലാ സെക്രട്ടറി അംഗം PB ഹർഷകുമാർ ആയിരുന്നു. മൂല്യവും അതുപോലെ മെരിറ്റും എപ്പോഴും പറയുന്നയാളാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പക്ഷേ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളുടെ കാര്യം വരുമ്പോൾ കണ്ണൂരിൽ മാത്രം ചുരുങ്ങി പോകുന്നു എന്ന വിമർശനമാണ് ഉയർന്നത്. ഈ ഇപ്പോഴത്തെ വികസന രേഖയുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ, നയമാറ്റങ്ങളിലടക്കം വിമർശനമുണ്ട്. ഇങ്ങനെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണോ എന്ന സംശയമാണ് PP ചിത്രരഞ്ജൻ MLA ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധി ചോദിച്ചത്. ഇങ്ങനെ മാറുമ്പോൾ സാധാരണക്കാരെ പാർട്ടിക്ക് ഒപ്പം എക്കാലത്ത് നിന്ന് അടിസ്ഥാന വർഗത്തെ വിസ്മരിക്കരുത്. കയർ തൊഴിലാളികൾക്ക് ഇതുവരെയും വേണ്ട ആനുകൂല്യങ്ങൾ ഈ രണ്ടാം പിണറായി സർക്കാർ നൽകിയിട്ടില്ല എന്നും ചിത്തരഞ്ജൻ പറഞ്ഞു. ചർച്ചയിൽ വൈകുന്നേരം വരെയുള്ള ഒരു പൊതുവികാരം മുഖ്യമന്ത്രിക്ക് വലിയ പ്രശംസ. മുഖ്യമന്ത്രി ആദ്യ മന്ത്രിസഭയിൽ എന്ന പോലെ തന്നെ മികച്ചതിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പക്ഷേ അവസരത്തിനൊത്ത് ഉയരുന്നില്ല. ഇപ്പോൾ നൽകുന്ന വാർത്ത CPIക്ക് വിമർശനം. ഈ ഘടകകക്ഷികളുടെ പ്രവർത്തനങ്ങളും ഈ റിപ്പോർട്ടർ വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചർച്ചയിലും അത് വിമർശന വിധേയമായിട്ടുണ്ട്. CPI ഊണ് കഴിച്ചിട്ട് പുറംതിരിഞ്ഞെടുക്കുന്ന സമീപനം കാണിക്കുന്നു എന്ന വിമർശനമാണ് ഒരു പ്രതിനിധി ഉന്നയിച്ചത്. ഘടകകക്ഷികളെ നിലയ്ക്ക് നിർത്തണമെന്നും ഈ പൊതുചർച്ചയിൽ അഭിപ്രായമുയർന്നു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ K അനുശ്രീ പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടുകളെയാണ് ചോദ്യം ചെയ്തത്. സ്ത്രീപക്ഷ നിലപാടിൽ പാർട്ടിക്ക് ആത്മാർത്ഥതയില്ലെന്ന വിമർശനം അനുശ്രീ ഉന്നയിച്ചു. അന്ധവിശ്വാസം, അനാചാരം തുടങ്ങിയവ ക്യാമ്പയിൻ രൂപത്തിൽ പാർട്ടി ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ സ്ത്രീപക്ഷ നിലപാടിൽ ഇത് ഈ സമയം ഉണ്ടാകുന്നില്ല. അത്തരം കാര്യങ്ങൾ മെല്ലെപ്പോക്കാണ് പാർട്ടിക്ക് എന്ന വിമർശനവും ഉയർന്നു വന്നു. ഏതായാലും വിമർശനവും സ്വയം വിമർശനവും ശക്തമായി തന്നെ ഈ റിപ്പോർട്ടിലും അതിനുശേഷമുള്ള ചർച്ചകളിലും തുടരുന്നുണ്ട്. നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന രേഖ അവതരിപ്പിച്ച് വികസന രേഖയിൽ മേൽ നാളെ ചർച്ച നടക്കും. വൈകിട്ട് സംഘടനാ റിപ്പോർട്ടിനുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി പറയും. രേണുക. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ചിലരിൽ ഇപ്പോഴും വിഭാഗീയ സംസ്കാരമെന്ന് CPMന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തൽ. ജില്ലകളിലെ പരാതി തീർക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. തുടർഭരണം സംഘടനാ ദൌർബല്യമുണ്ടാക്കി. പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളിൽ കൃത്യതയില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പിടിവീഴുമെന്ന മുന്നറിയിപ്പുമുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിശ്വാസികളായ സ്ത്രീകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന BJPയുടെ ശ്രമങ്ങളെ തടയണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിഭാഗീയത അവസാനിച്ചെന്ന് നേതാക്കൾ പൊതുവിൽ ഊറ്റം കൊള്ളുമ്പോഴും അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് MV ഗോവിന്ദൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട്. വിഭാഗീയത പ്രവണത പൊതുവിൽ അവസാനിച്ചെങ്കിലും അത്തരം സംസ്കാരത്തിന് അടിമപ്പെട്ടവർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. പ്രാദേശിക വിഭാഗീയതയാണ് ഉയരുന്നത്. സംസ്ഥാന സെന്ററിൽ നിന്ന് നേതാക്കൾ ഇടപെട്ട് ജില്ലകളിലെ പരാതികൾ പരിശോധിക്കണം. വ്യക്തിക്കും സ്ഥാപിത താൽപര്യങ്ങൾക്കും പിന്നിൽ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയില്ല. അത്തരം ശ്രമങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. ഭരണ തുടർച്ച ബംഗാളിലുണ്ടാക്കിയ തിരിച്ചടി കേരളത്തിൽ ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പുമുണ്ട് റിപ്പോർട്ടിൽ. പാർട്ടി അധികാര കേന്ദ്രം എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കരുത്. പാർട്ടി പ്രവർത്തകർ ജനങ്ങളുടെ വിനീത ദാസന്മാരാകണം. തുടർഭരണം ജനങ്ങളെ ആകർഷിച്ചപ്പോൾ സംഘടനയും നേതാക്കളും ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നും സ്വയം വിമർശനം എന്ന രൂപത്തിൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വനിതാ കൂട്ടായ്മകളിലൂടെ BJP സ്ത്രീകളെ സ്വാധീനിക്കുകയാണ്. ഇത് പ്രതിരോധിക്കാനും അവിടെ ഇടപെടാനും മഹിളാ അസോസിയേഷന് കഴിയണം. സംഘപരിവാറിനെ പരവതാനി വിരിക്കുന്ന സമുദായ നേതൃത്വങ്ങളെ തുറന്നു കാട്ടണം. മുഖ്യമന്ത്രിയുടേത് മികച്ച പ്രകടനമെങ്കിലും രണ്ടാം പിണറായി സർക്കാരിൽ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോൾ പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല. പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളിൽ കൃത്യതയും വ്യക്തതയും ഇല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുകളിലേക്ക് അത് നയിക്കും. വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളും കണക്കുകൾ പാർട്ടി നേതൃത്വത്തെ ബോധിപ്പിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്റ്റീവാകുന്ന സംസ്ഥാന നേതാക്കൾ അതുകൊണ്ട് പാർട്ടിക്ക് എന്ത് ഗുണമെന്ന് കൂടി ചിന്തിക്കണം. ഫാൻസിനെ കൂട്ടൽ മാത്രമാകരുത് ലക്ഷ്യമെന്നും സംസ്ഥാന സമിതിയിലെ യുവനിര കൂടുതൽ സജീവമാകണമെന്നും സംഘടനാ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. VV അരുൺ, ന്യൂസ് 18 കൊല്ലം. മുഹമ്മദ് റിയാസ് മാധ്യമ കടന്നാക്രമണത്തിന്റെ ഇരയെന്ന് CPM പ്രവർത്തന റിപ്പോർട്ട്. എന്നാൽ അവൈലബിൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് മറ്റൊരു യുവ നേതാവായ M സ്വരാജിനെ പാർട്ടി ഉപദേശിക്കുന്നു. ഇടക്കാലത്ത് സജീവമല്ലാതെയിരുന്നുവെങ്കിലും ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് EP ജയരാജനും MV ഗോവിന്ദന്റെ സർട്ടിഫിക്കറ്റുണ്ട്. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഭാഗത്താണ് പരാമർശങ്ങൾ. മുഹമ്മദ് റിയാസ് മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. സർക്കാരിനെതിരായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങുന്നു.
അതുകൊണ്ടുകൂടിയാണ് റിയാസ് മാധ്യമവേട്ടയ്ക്കിരയാകുന്നത് എന്ന് സംഘടനാ റിപ്പോർട്ട്. എം സ്വരാജ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ആണ്. ചിന്തയുടെയും കർഷക സംഘത്തിന്റെയും വിദ്യാർത്ഥി രംഗത്തിന്റെയും ചുമതലയുണ്ട്. പാർട്ടി കേന്ദ്രം ഏൽപ്പിക്കുന്ന പ്രചരണ പരിപാടികളിൽ ഇടപെടുന്നുണ്ട് എങ്കിലും അവൈലബിൾ യോഗത്തിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നാണ് സ്വരാജിന് നൽകുന്ന ഉപദേശം. മുന്നണി കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഇ.പി. ജയരാജനെ പിന്നീട് മാറ്റി. ഇടക്കാലത്ത് സജീവമായിരുന്നില്ലെങ്കിലും സമ്മേളനഘട്ടത്തിൽ സജീവമായി രംഗത്തുണ്ട് എന്ന വിലയിരുത്തലാണ് മുതിർന്ന നേതാവിനെ പറ്റിയുള്ളത്. പി.കെ. ശ്രീമതിക്ക് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കേണ്ടതിനാൽ സംസ്ഥാനത്ത് സജീവമാകാൻ കഴിയില്ല. പാർട്ടി കേന്ദ്രത്തിന്റെ ചുമതലയുള്ള തോമസ് ഐസക് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് കൂടുതൽ ശ്രദ്ധിക്കണം. എ.കെ. ബാലൻ അവൈലബിൾ സെക്രട്ടേറിയറ്റിലും പാർട്ടി കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്. എം.എൽ.എ. എന്ന നിലയിൽ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ടി.പി. രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനർ ആയ ശേഷം പാർട്ടി കേന്ദ്രത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ധനമന്ത്രിയായി പ്രവർത്തിക്കുന്ന ദൗത്യം നിർവഹിക്കുന്ന ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനും സംസ്ഥാന സെക്രട്ടറിയുടെ അഭിനന്ദനമുണ്ട്. കെ.കെ. ശൈലജ പാർട്ടി ചുമതല ഏറ്റെടുത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുവെന്നും റിപ്പോർട്ട് അഭിനന്ദിക്കുന്നു. ന്യൂസ് 18 കൊല്ലം. പൊതുമേഖലയിൽ നയം മാറ്റത്തിന്റെ സൂചന നൽകി സിപിഎമ്മിന്റെ വികസന രേഖ. പുനരുദ്ധരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തമാകാമെന്ന് രേഖ നിർദ്ദേശിക്കുന്നു. സെസ് ചുമത്താനുള്ള സാധ്യത പരിശോധിക്കണം. എല്ലാ സൗജന്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്കുൾപ്പെടെ നൽകണമോ എന്ന കാര്യത്തിൽ ആലോചന വേണമെന്നും രേഖ നിർദ്ദേശിച്ചു. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്നും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും രേഖയെ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വ്യക്തമാക്കി. യാതൊരു തരത്തിലുള്ള പുനരുദ്ധാരണത്തിനും കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പുനഃക്രമീകരിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണം. താൽപര്യമുള്ളവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ വ്യക്തമായ നിബന്ധനയോടെ കരാറിലേർപ്പെടുന്ന കാര്യവും പരിശോധിക്കാമെന്ന് വികസന രേഖ പറയുന്നു. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഇടതുഭരണത്തിൽ ലാഭത്തിലാകാറുണ്ട്. സ്വകാര്യ മേഖലയെ കൈമാറാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇടതു സർക്കാരുകൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച പാരമ്പര്യവുമുണ്ട്. അവിടെ നിന്നുള്ള കൃത്യമായ നയവ്യതിയാനമാണ് വികസന രേഖയിലുള്ളത്. കേന്ദ്രം നിഷേധാത്മക സമീപനം തുടരുന്ന സാഹചര്യത്തിലാണ് അധിക വരുമാനം കണ്ടെത്താനായി സെസ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമെന്ന് സിപിഎം പറയുന്നു. നേരത്തെ നമ്മൾ കണ്ടത് അതിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്, അതാണ് പൊതുവെ രേഖ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ ഉള്ളതിന്റെ ഒരു ഗുണപരമായിട്ടുള്ള തുടർച്ചയായിട്ടും ഈ രേഖയും കാണാൻ കഴിയും. അധിക വരുമാനം കണ്ടെത്താനുള്ള വഴികൾ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കും പറഞ്ഞു. കേന്ദ്രം നമ്മുടെ കിഫ്ബിയെ നശിപ്പിക്കാൻ നോക്കുന്നു. അതിനെതിരായിട്ടുള്ള പ്രതിരോധം കേരളം ഉയർത്തുന്നു. ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വേണം കിഫ്ബി വഴിയുള്ള സെസ്സിനെ കാണാൻ. ഒരു വശത്ത് വികസന പദ്ധതികൾ പറയുമ്പോൾ ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സന്ദേശവും വികസന രേഖയിലുണ്ട്. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കും, കൃത്യമായി വിതരണം ചെയ്യും. വീട്ടമ്മമാർക്ക് പ്രത്യേക പെൻഷൻ എന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കുമെന്നും പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിൽ വ്യക്തമാക്കുന്നു. വി അരുൺ, ന്യൂസ് 18 കൊല്ലം. മലപ്പുറത്ത് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മാണൂർ സ്വദേശി തയ്യിൽ അബ്ദുൾ ലത്തീഫാണ് മരിച്ചത്. ലത്തീഫ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓട്ടോയിൽ ആളെ കയറ്റിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. മലപ്പുറം ഒതുക്കങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ് ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രദേശവാസികളും പ്രതിഷേധിച്ചു. രാവിലെയായിരുന്നു അബ്ദുൾ ലത്തീഫും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ സംഘർഷമുണ്ടായത്. അബ്ദുൾ ലത്തീഫ് ഓട്ടോറിക്ഷയിൽ ആളുകളെ കയറ്റി കൊണ്ടുപോകുന്നത് ബസ് ജീവനക്കാർ തടഞ്ഞ് ചോദ്യം ചെയ്തത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു. ഇതിനുശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട അബ്ദുൾ ലത്തീഫ് മലപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് വരികയും ആശുപത്രിയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. തുടർന്ന് ഒതുക്കങ്ങളിൽ നാട്ടുകാർ സ്വകാര്യ ബസ് തടയാൻ ശ്രമിച്ചതോടെ വീണ്ടും സംഘർഷത്തിന്റെ വക്കോളമെത്തി. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. അബ്ദുൾ ലത്തീഫുമായി സംഘർഷമുണ്ടായ 3 ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അബ്ദുൾ ലത്തീഫിന്റെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ കൂടി ലഭിച്ചതിന് ശേഷമേ ഇവർക്കെതിരെ എന്തെല്ലാം വകുപ്പുകൾ ചുമത്തണമെന്ന് പോലീസ് തീരുമാനിക്കൂ. ന്യൂസ് 18 മലപ്പുറം.
വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഉമ്മുമ്മ നസീബ ബീവിയെ കൊലപ്പെടുത്തിയ പാങ്ങോട് വീട്ടിൽ അഫാനെ തെളിവെടുപ്പിന് എത്തിച്ചു. കല്ലറ പാങ്ങോട് താഴെ പള്ളിയിലെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ആദ്യ കൊലപാതക ശ്രമം നടന്ന അഫാന്റെ വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. അഫാൻ മാല പണയം വെച്ച സ്വകാര്യ സ്ഥാപനത്തിലും പണം നിക്ഷേപിച്ച ATMിലും നാളെ തെളിവെടുപ്പ് നടത്തും. വൈകിട്ട് 4:30യോടെയാണ് പോലീസ് സംഘം അഫാനുമായി പാങ്ങോട് സ്റ്റേഷനിൽ നിന്നിറങ്ങിയത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സുരക്ഷയോടെയായിരുന്നു തെളിവെടുപ്പ്. ആദ്യം പോയത് പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലേക്ക്. വീടിനകത്ത് 10 മിനിറ്റോളം തെളിവെടുപ്പ് നീണ്ടുനിന്നു. കൊല നടത്തിയ രീതി അഫാൻ പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. തുടർന്ന് വെഞ്ഞാറമൂടിലെ അഫാന്റെ വീട്ടിലേക്ക്. അമ്മയെ ആക്രമിച്ചതും സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയതും ഇവിടെ വെച്ചാണ്. 3/4 മണിക്കൂറിലേറെ നീണ്ടുനിന്ന തെളിവെടുപ്പിന് ശേഷമാണ് പ്രതിയെ വീടിന് പുറത്തെത്തിച്ചത്. നിരവധി പേരാണ് പ്രതിയെ കാണാൻ തടിച്ചുകൂടിയിരുന്നത്. തുടർന്ന് അഫാനെ തിരികെ പാങ്ങോട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പ്രതിയെ കൊണ്ടുവരുന്നത് കണക്കിലെടുത്ത് നേരത്തെ തന്നെ 2ഇടങ്ങളിലും വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചിരുന്നു. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡി കാലാവധി ശനിയാഴ്ച അവസാനിക്കും. ഇതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും. രാവിലെ തെളിവെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്കിടെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറി ഭാഗത്ത് അഫാൻ തളർന്നു വീണിരുന്നു. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അഫാൻ അരമതിലിൽ നിന്ന് ചാടി മനഃപൂർവ്വം പരിക്കുണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നാട് വിട്ടുപോയ മലപ്പുറം താനൂരിലെ പെൺകുട്ടികളെ നാളെ നാട്ടിൽ തിരിച്ചെത്തിക്കും. പൂനെ ലോണാവാലയിൽ നിന്ന് കണ്ടെത്തിയ വിദ്യാർത്ഥികളുമായി പോലീസ് നാട്ടിലേക്ക് തിരിച്ചു. മണിക്കൂറുകൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കുമൊടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. മൊബൈൽ ടവർ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാനായതാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായതെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. കുട്ടികളെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് സജീവമായിരുന്നു. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചത്. എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ച് അറിയേണ്ടതുണ്ട്. നിലവിൽ യാത്രയോടുള്ള താല്പര്യം കൊണ്ട് പോയതാണെന്നാണ് മനസ്സിലാക്കാനാകുന്നതെന്നും SP പറഞ്ഞു. വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് ഓഫീസർമാരെ ബന്ധപ്പെട്ട് അവസാനം ആണ് നമുക്ക് RPF പൂനെയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോൺ അല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിൻ്റെ ലൊക്കേഷൻ കിട്ടിയതും സഹകാരമായി. ഓൾടുഗെദർ ഇന്നലെ ഒരു മിഡ് നൈറ്റോടുകൂടിയാണ് അവർ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട് അവർ പോയതും കാര്യങ്ങളും എല്ലാം. എനിവേസ് ഒരു ഗ്രൂപ്പ് എഫേർട്ട് ആയിരുന്നു. അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താനൂരിൽ നിന്ന് പോയ അന്വേഷണ സംഘം പൂനെയിലെത്തി പെൺകുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ട്രെയിൻ തിരൂരിലെത്തുക. ന്യൂസ് 18 മലപ്പുറം. 38 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ നിന്ന് കണ്ടെത്തിയത്. അതുവരെ രക്ഷിതാക്കളും നാട്ടുകാരും കടന്നുപോയത് സംഘർഷഭരിതമായ മാനസികാവസ്ഥയിലൂടെയായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് +2 വിദ്യാർത്ഥികളായ ഇരുവരും പരീക്ഷ എഴുതാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതിലൊരാൾ സ്കൂളിലെത്തിയത് രക്ഷിതാവിനൊപ്പം. എന്നാൽ 2 പേരും പരീക്ഷാ ഹാളിൽ കയറിയില്ല. പരീക്ഷയ്ക്ക് ഹാജരായില്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതോടെയാണ് വീട്ടുകാർ കാര്യമറിയുന്നത്. അപ്പോഴേക്കും താനൂരിൽ നിന്ന് കോഴിക്കോടെത്തിയ വിദ്യാർത്ഥികൾ ട്രെയിൻ മാർഗം മുംബൈയിലേക്ക് തിരിച്ചിരുന്നു. ബുധനാഴ്ച ഇരുവരും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങളുമുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട മലപ്പുറം എടവണ്ണ സ്വദേശി റഹീമിനൊപ്പമാണ് യാത്രയെന്ന് പോലീസ് കണ്ടെത്തി. ടവർ ലൊക്കേഷനും ശേഖരിച്ചു. ഇന്നലെ വൈകുന്നേരം വിദ്യാർത്ഥികൾ പൻവേലിയിലെത്തി. ഇവിടെ വെച്ച് റഹീമിന്റെയും വിദ്യാർത്ഥികളുടെയും യാത്ര 2 വഴിക്കായി. അവിടെ ഒരു മലയാളി യുവതി നടത്തുന്ന ലാസ്യ എന്ന പേരുള്ള സലൂണിൽ കയറിയ വിദ്യാർത്ഥികളിൽ ഒരാൾ മുടി സ്ട്രെയിറ്റ് ചെയ്തു. ലാസ്യ സലൂൺ ഉടമയുടെ ഫോണിൽ നിന്ന് ഇവർ റഹീമിനെ വിളിച്ചു. മൊബൈലിൽ പുതിയ സിം കാർഡ് ഇട്ടത് അന്വേഷണത്തിൽ വഴിത്തിരിവായി. ടവർ ലൊക്കേഷൻ മനസ്സിലാക്കിയ കേരള പോലീസ് വിദ്യാർത്ഥികൾ പൻവേലിലെത്തിയ വിവരം മഹാരാഷ്ട്ര പോലീസിന് കൈമാറി. ഇതിനിടയിൽ റഹീം കസ്റ്റഡിയിലായി. മഹാരാഷ്ട്ര പോലീസ് സലൂണിൽ എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു.
10 മണിയോടെ മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ യാത്ര ആരംഭിച്ച വിദ്യാർത്ഥികളെ ലോണാവാലയിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം. ജസ്റ്റിസ് എ ബദറുദ്ദീനെതിരെയായിരുന്നു പ്രതിഷേധം. ഇതേ തുടർന്ന് കോർട്ട് 1Dയിലെ സിറ്റിംഗ് റദ്ദായി. അന്തരിച്ച അഭിഭാഷകൻ അലക്സിന്റെ കേസിലെ വക്കാലത്തായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം. അഡ്വക്കേറ്റ് അലക്സിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അഡ്വക്കേറ്റ് സരിതയാണ് കോടതിയിൽ ഹാജരായത്. വക്കാലത്തുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് സരിതയ്ക്ക് ജസ്റ്റിസ് ബദറുദ്ദീനിൽ നിന്നും അവഹേളനവും മാനസിക ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നുവെന്നാണ് പരാതി. ഇതാണ് പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. മരണപ്പെട്ടു എന്ന വിവരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വീണ്ടും കേസ് തുടർച്ചയായിട്ട് ആർഗ്യ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കോടതിയിൽ കരഞ്ഞുകൊണ്ട് ആർഗ്യ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത് അവർക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് അഭിഭാഷകർക്കും ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ, കാരണം ഒരു അഭിഭാഷകൻ മരിച്ചു, അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ മരിച്ച ഒരു അഭിഭാഷകനാണ്. ഇവിടെ എല്ലാവരുടെയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വക്കീലും കൂടിയാണ്. അവർക്ക് 5 കുട്ടികളാണുള്ളത്. അപ്പോൾ ആ ഒരു ഇത് എല്ലാവരെയും വളരെ വികാരപരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഗതിയാണ്. ജഡ്ജി തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം. മനുഷ്യത്വപരമായ പെരുമാറ്റം ഉറപ്പുവരുത്തണമെന്ന് അഭിഭാഷക അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ കോടതിയിലെത്തിയില്ല. സംഭവത്തിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നേതാക്കളെ ചീഫ് ജസ്റ്റിസ് ചർച്ചയ്ക്ക് വിളിച്ചു. വിഷയം പഠിക്കാൻ സാവകാശം വേണമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. അതേസമയം കോടതിയിൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്നാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. ജാർഖണ്ഡ് ദമ്പതിമാരുടെ പോലീസ് സംരക്ഷണം നീട്ടാമെന്ന് ഹൈക്കോടതി. തട്ടിക്കൊണ്ടുവന്നതല്ലെന്ന് ആശ പോലീസിന് സത്യവാങ്മൂലം നൽകണമെന്നും അടുത്ത ഹിയറിംഗ് വരെ ഇവർക്ക് പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് നോബിക്കും പോലീസിനുമെതിരെ ഗുരുതര ആരോപണവുമായി ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നോബി ഷൈനിയെ വിളിച്ചു മരിച്ചുകൂടെയെന്ന് ചോദിച്ചതായി കുര്യാക്കോസ് ആരോപിക്കുന്നു. 9 മാസം മുൻപ് മർദ്ദനമേറ്റപ്പോൾ പോലീസ് കേസെടുക്കാൻ വൈകിയെന്നും ആരോപണമുണ്ട്. എന്നാൽ ആരോപണം പോലീസ് നിഷേധിച്ചു. അതിനിടെ ആത്മഹത്യ ചെയ്യാനായി ഷൈനിയും മക്കളും പുറപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പുലർച്ചെ 4:45 ഷൈനിയും മക്കളും വീട്ടിൽ നിന്ന് പോകുന്നത്. ഇളയ മകളെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ കാണാം. കല്യാണം നടന്ന അന്നു മുതൽ ഷൈനി പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതായാണ് പിതാവ് കുര്യാക്കോസ് ആരോപിക്കുന്നത്. വിവാഹമോചനം നൽകാനും തയ്യാറായില്ല. ആത്മഹത്യയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് നോബിയുടെ ഫോൺ വിളിയുണ്ടായി. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. പോലീസിനെതിരെയും ഷൈനിയുടെ പിതാവ് രംഗത്ത് വന്നു. ഷൈനി മർദ്ദനത്തിനിരയായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പോലീസ് കേസെടുക്കാൻ വൈകി. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനുള്ളൂ. അവിടെ ചെന്ന ഇന്റിമേഷൻ 15 ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് വിട്ടെന്ന് പറയും, തൊടുപുഴ ചെന്ന് ചോദിക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും. അങ്ങനെ 15 ദിവസം താമസിച്ചാണ് ആ FIR ഉണ്ടാകുന്നത് തന്നെ. ആരോപണങ്ങൾ പോലീസ് നിഷേധിച്ചു. ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചത് പ്രകാരമാണ് കേസെടുത്തത്. ഇക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടില്ല. ഷൈനിയുടെ ആത്മഹത്യയിൽ വസ്തുതകൾ പുറത്തുവരണമെന്ന് തൊടുപുഴ കരിങ്കുന്നം വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു. നാട്ടുകാർ ഒന്നാകെ തീരുമാനമെടുത്തതുകൊണ്ടാണ് നോബിയുടെ വീട്ടിൽ ആരും പോകാതിരുന്നത്. ഞങ്ങളുടെ ഒരു പ്രതിഷേധം എന്നുള്ളത് ഞങ്ങൾ അവരുടെ ഭവനത്തിൽ ആരും പോകുന്നില്ല എന്ന് ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ്. അതിന്മേൽ ഞങ്ങൾ പള്ളിയിൽ വന്നു. ബാക്കി ഞങ്ങളോട് വന്നപ്പം മറ്റാൾക്കാരും ഇവിടെ കാണാൻ സാധിച്ചു. അപ്പം എല്ലാവരും ആ ഒരു തീരുമാനമാണ് എടുത്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനിടെ ഭർത്താവ് നോബി മാത്രമാണോ ഷൈനിയുടെ മരണത്തിന് കാരണമെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ആത്മഹത്യയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് സ്വന്തം വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം.
ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. ആലപ്പുഴയിൽ MDMAയുമായി CPM ബ്രാഞ്ച് സെക്രട്ടറി പോലീസ് പിടിയിൽ. CPIM മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് ജയരാജാണ് പിടിയിലായത്. സൗത്ത് പോലീസ് ഇയാളുടെ പക്കൽ നിന്നും MDMAയും വിൽപ്പന നടത്തിയതിൽ ലഭിച്ച പണവും കണ്ടെടുത്തു. മദ്യപാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കർശന നടപടി CPM സ്വീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളിലൂടെ പരസ്യ പ്രസ്താവന നടത്തി ദിവസങ്ങൾക്കുള്ളിലാണ് ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറിയെ തന്നെ മാരക ലഹരി വസ്തുവായ MDMAയുമായി സൗത്ത് പോലീസ് പിടികൂടുന്നത്. MDMAയുമായി തന്നെ പിടിയിലായ ഹരിപ്പാട് സ്വദേശിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറിയായ വിഘ്നേഷ് ജയരാജിൽ നിന്നാണ് തനിക്ക് രാസലഹരി ലഭിച്ചുവെന്ന വിവരം ഹരിപ്പാട് പോലീസിന് അയാൾ നൽകുന്നത്. തുടർന്ന് സൗത്ത് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. രാത്രി 9:30 വിഘ്നേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇയാളുടെ കൈവശം പ്ലാസ്റ്റിക് കവറിൽ ലഹരി വസ്തുവും 2 ഒഴിഞ്ഞ സിറിഞ്ചുകളും ഉണ്ടായിരുന്നു. വിൽപ്പന നടത്തി ലഭ്യമായ 2500 രൂപയും പോലീസ് കണ്ടെടുത്തു. വിഘ്നേഷ് ബ്രാഞ്ച് സെക്രട്ടറിയാകുന്നതിന് മുമ്പ് SFI മുൻ ആലപ്പുഴ ഏരിയ സെക്രട്ടറിയും കേരള സർവകലാശാല യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായിരുന്നു. അതേസമയം ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായ കേസിൽ ലഹരി വസ്തുവിന്റെ ഉറവിടം കണ്ടെത്താൻ തുടരന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മുനിസിപ്പൽ സ്റ്റേഡിയം വാർഡ് കേന്ദ്രീകരിച്ചുള്ള CPM ഏരിയ കമ്മിറ്റി അംഗവും കേസ് ഒതുക്കി തീർക്കാൻ ഇടപെടൽ നടത്തിയെന്ന ആക്ഷേപവുമുണ്ട്. ആലപ്പുഴയിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തകരെ നടപടിയെടുത്തതിന് പിന്നാലെയാണ് ബ്രാഞ്ച് സെക്രട്ടറി തന്നെ MDMAയുമായി പിടിയിലാകുന്നത്. ലഹരിക്കെതിരെ പാർട്ടിയും സർക്കാരും വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ ഡീഹണ്ട് എന്ന പേരിൽ പോലീസ് പരക്കം പായുന്നു. ആ ഘട്ടത്തിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വളർന്നു വന്ന് CPMന്റെ ബ്രാഞ്ച് ഭാരവാഹിത്വത്തിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തി MDMAയുമായി ആലപ്പുഴയിൽ പിടിയിലാകുന്നത്. ലഹരി ഉപയോഗം മാത്രമല്ല, വിൽപ്പന നടത്തിയെന്ന ഗുരുതര കുറ്റവും ഈ കേസിൽ നിലനിൽക്കുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോഴിക്കോട് കാരശ്ശേരിയിൽ തെരുവുനായ ആക്രമണം. 280ഓളം കോഴികളെ കടിച്ചുകൊന്നു. 300 കോഴികളാണ് കൂട്ടിലുണ്ടായിരുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. 5 നായ്ക്കൾ ചേർന്നാണ് ആക്രമിച്ചത്. ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 1 മാസം പ്രായമുള്ള കോഴികളെയാണ് കൊന്നത്. 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന് ഉടമ അംജദ് ഖാൻ പറഞ്ഞു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ എറണാകുളം കുന്നത്തുനാട്ടിൽ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിച്ച വീട്ടിൽ നിന്ന് മാറ്റാൻ തീരുമാനം. ജില്ലാ ഭരണകൂടത്തിന്റേതാണ് തീരുമാനം. ദുർഗന്ധം അസഹനീയമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി വീടിന് മുന്നിൽ സംഘടിച്ചത്. ഇവിടെ ഞങ്ങൾക്ക് ഒരു 1.5 മാസമായിട്ട് ഞങ്ങൾ മണം പുകയും എന്ന് വേണ്ട എല്ലാവിധ മലിനീകരണം ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പട്ടിയുടെ കൊര, കുറുക്കൻ ഓളോടും പോലെയുള്ള ഓളോടിൽ, പിന്നെ പരിസരത്തുള്ള പട്ടികൾക്ക് രോഗങ്ങൾ പിടിക്കണു, ചത്തുപോണു, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഞങ്ങൾക്കടെ എല്ലാ തവണ തൊഴിലുറപ്പ് ചെയ്യാറുള്ളതാണ്. ഇവിടെ ഈ പറമ്പിൽ ഈ മുറ്റത്തൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ല. ഞങ്ങളിപ്പോ അവരുടെ വീട്ടിൽ തന്നെ ചെയ്യണത്. ഈ മേലത്തെ ജോർജിന്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇത് ഈ വീടിന്റെ തൊട്ട് പറയില്ല. ഇവിടെ നിന്ന് മാറ്റാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. ഞങ്ങൾ ഈ മണം സഹിച്ചാൽ ഞങ്ങളിവിടെ ജീവിക്കണത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ എറണാകുളം കുന്നത്തുനാടിൽ തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിച്ച വീട്ടിൽ നിന്ന് മാറ്റും. ജില്ലാ ഭരണകൂടത്തിന്റേതാണ് തീരുമാനം. ദുർഗന്ധം അസഹനീയമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി വീടിന് മുന്നിൽ സംഘടിച്ചത്. ഒന്നര മാസം മുൻപാണ് പത്തനംതിട്ട സ്വദേശിയായ വീണ ജനാർദ്ദനൻ വീട് വാടകയ്ക്കെടുത്തത്. വളർത്തുനായയെ വീട്ടിൽ അനുവദിക്കണമെന്ന് ഉടമസ്ഥനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ വീട് വാടകയ്ക്കെടുത്ത ശേഷം തെരുവിൽ നിന്ന് 60 നായ്ക്കളെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ദുർഗന്ധവും നായ്ക്കളുടെ കുരയും സഹിക്കാൻ കഴിയാതായതോടെ ഒടുവിൽ നാട്ടുകാർ വീടിന് മുന്നിൽ സംഘടിച്ചു. MLA PV ശ്രീനിജനും നാട്ടുകാർക്കൊപ്പം ചേർന്നു. തീരുമാനമുണ്ടാകാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. എന്നാൽ MLAയുടെ നേതൃത്വത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നാണ് വീണ ജനാർദ്ദനന്റെ ആരോപണം.
ഒരു MLA ചെയ്യേണ്ട കാര്യമാണോ ഇത്? എനിക്ക് അതേ അറിയണ്ടു. ഒരു ജനപ്രതിനിധിയായിട്ട് വരുന്ന ആള് നാട്ടുകാർക്ക് അനുമതി കൊടുത്തൊരു കലാപം ഒഴിച്ചുവിടാൻ ശ്രീനിജൻ എന്ന് പറഞ്ഞ MLAയുടെ ഇന്നലത്തെ പ്രകടനം കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. ഇത്ര കലാപത്തിന്റെ കാരണം ശ്രീനിജൻ MLA ആണ്. ഇതാണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? ജനകീയ പ്രതിഷേധത്തിൽ ഇടപെടുകയായിരുന്നുവെന്നും നിയമം പാലിക്കാതെയാണ് തെരുവ് നായ്ക്കളെ വളർത്തുന്നതെന്നും PV ശ്രീനിജൻ MLA പറഞ്ഞു. മിനിഞ്ഞാന്നാണ് എൻ്റെ അടുത്ത് ആ പരിസരവാസികളും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഇങ്ങനൊരു പരാതി പറഞ്ഞത്. അങ്ങനെ ഒരു ഭയപ്പാടുണ്ട്, MLA ഒന്ന് ഇടപെടണമെന്ന് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ആ സ്ഥലം സന്ദർശിക്കാൻ പോയത്. പ്രത്യേകിച്ച് ഇന്നലെ ചെല്ലുമ്പോൾ ആ പരിസരം മുഴുവനും പട്ടി വിസർജ്യം ചെയ്ത് അതിൻ്റെ ഇതിലേക്ക് കുറച്ച് മണ്ണ് മാത്രമാണ് അവർ വാരിയിട്ടിരുന്നത്. കേരള പഞ്ചായത്ത് റൂൾസ് 1998 സെക്ഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പഞ്ചായത്തിൻ്റെ ലൈസൻസ്, സെക്രട്ടറിയുടെ ലൈസൻസ് ഇതിനാവശ്യമാണ്. അതേസമയം വാടകയ്ക്കെടുത്ത വീട്ടിൽ നായ്ക്കളെ വളർത്താൻ ലൈസൻസ് ഇല്ലെന്ന് ജില്ലാ ഭരണകൂടം കണ്ടെത്തി. ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നതിനാൽ നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റാൻ ജില്ലാ ഭരണകൂടം ഉടൻ നോട്ടീസ് നൽകും. ന്യൂസ് 18 കൊച്ചി. ഇടവേള. വാർത്തകൾ തുടരുന്നു. CPM സംസ്ഥാന സമ്മേളന ചർച്ചയിൽ CPIക്ക് വിമർശനം. ഊണ് കഴിച്ചിട്ട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം CPI കാണിക്കുന്നു എന്നായിരുന്നു വിമർശനം. ഘടകകക്ഷികളെ നിലയ്ക്ക് നിർത്തണമെന്നും ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സ്ത്രീപക്ഷ നിലപാടിൽ CPMന് ആത്മാർത്ഥതയില്ലെന്ന് SFI നേതാവ് K അനുശ്രീ സമ്മേളന ചർച്ചയിൽ പറഞ്ഞു. സ്ത്രീപക്ഷ നിലപാടിൽ ആത്മാർത്ഥത കുറവ്, അന്ധവിശ്വാസം, അനാചാര്യം തുടങ്ങിയ വിഷയങ്ങളിൽ ക്യാമ്പയിൻ രൂപത്തിൽ പാർട്ടി ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ സ്ത്രീപക്ഷ നിലപാടിൽ ആത്മാർത്ഥതയില്ല എന്നതാണ് ചൂണ്ടിക്കാണിച്ചത് അനുശ്രീ. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. CPIക്ക് വിമർശനം എന്നതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് CPI ഊണ് കഴിച്ചിട്ട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം കാണിക്കുന്നു എന്നതാണ്. പ്രതിനിധികളാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. VV അരുൺ ചേരുകയാണ്. അരുൺ, CPIക്കെതിരെയും വിമർശനം ഉയരുന്നു ഈ ചർച്ചയിൽ എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത്? CPIക്കെതിരെ രൂക്ഷ വിമർശനമുണ്ട്. അതിനുമപ്പുറത്തേക്ക് MV ഗോവിന്ദനെതിരെ വീണ്ടും രാവിലെ ചർച്ച തുടങ്ങിയ ആദ്യ സമയത്ത് തന്നെ ആദ്യ പ്രതികളൊന്നായി ചർച്ചയിൽ പങ്കെടുത്തത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അംഗമായ PV ഹർഷകുമാറാണ്. ഹർഷകുമാർ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും ഗോവിന്ദനെതിരെ ശക്തമായ വിമർശനം സംസ്ഥാന സമിതിയിലെ റിപ്പോർട്ട് ചർച്ചയിലുണ്ടായി. വാക്കുകൾ കൂടുതൽ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ് എന്ന ഒരു പരാമർശമാണ് പ്രതികൾ നടത്തിയത്. കാരണം സജി ചെറിയാൻ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ല, അതുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു, സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന പരാമർശം പ്രവർത്തന റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതിനുള്ള മറുപടിയായി കൂടിയാണ് വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറി ആണെന്ന വിമർശനം വന്നത്. സംസ്ഥാന സെക്രട്ടറി നിലപാടുകളിൽ പലപ്പോഴും വ്യക്തതയില്ല. രാവിലെ ഒന്നും വൈകിട്ട് മറ്റൊന്നും പറയുന്ന അവസ്ഥയുണ്ട് പലപ്പോഴും സംസ്ഥാന സെക്രട്ടറിക്ക്. നിലപാടുകളിലെ വ്യക്തത കുറവ് അണികൾക്കിടയിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുവെന്ന് പ്രതിനിധികൾ വിമർശിക്കുന്നു. CPIക്കെതിരെ ഉയർന്ന വിമർശനം ഇപ്രകാരമാണ്: CPI ഊണ് കഴിച്ചിട്ട് പുറത്തു നിൽക്കുന്ന സമീപനമാണ് കാണിക്കുന്നത്, ഘടകകക്ഷികളെ നിലയ്ക്ക് നിർത്തണം തുടങ്ങിയ വിമർശനങ്ങൾ CPIക്കെതിരെയും ഉയർന്നു വന്നിട്ടുണ്ട്. ഘടകകക്ഷികൾക്കെതിരെ വേറെ വിമർശനങ്ങൾ അങ്ങനെയുള്ള ഭാഗത്ത് ഉണ്ടായിരുന്നു. ഘടകകക്ഷികളെ നിയന്ത്രിക്കണം, CPI മന്ത്രിമാർ വകുപ്പുകൾ സ്വന്തം സാമ്രാജ്യം പോലെ കൊണ്ടു നടക്കുകയാണ്, അത് അനുവദിക്കരുതെന്നും പ്രതികൾ ആവശ്യപ്പെട്ടു. ഏതായാലും സംസ്ഥാന സെക്രട്ടറിയെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വലിയൊരു വിമർശനം, രൂക്ഷമായ വിമർശനം തന്നെ പ്രതികളുടെ ഭാഗത്ത് ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിമാരുടെ പ്രവർത്തനം അരുൺ, അതിൽ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടുകളിൽ വ്യക്തതയില്ല, വ്യക്തതക്കുറവ്, അണികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു തുടങ്ങിയ തരത്തിൽ പോലും പറയുന്നു. അത് ഒരു സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരുമോ? തീർച്ചയായിട്ടും സംസ്ഥാന സെക്രട്ടറിയുടെ പ്രവർത്തനത്തിനെതിരെ അതിരൂക്ഷ വിമർശനം. ഒരുപക്ഷെ സമീപകാലത്ത് CPMൽ അത്തരം വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം കോടിയേരി ബാലകൃഷ്ണൻ മുമ്പ് സംസ്ഥാന സെക്രട്ടറി, അതിനു മുമ്പ് പിണറായി വിജയനായിരുന്നു. വിഭാഗീയത കാലത്ത് പിണറായിക്കെതിരെ അത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും പിന്നീട് പിണറായി പാർട്ടിയുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്ത ശേഷം അത്തരം വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. കോടിയേരിക്കെതിരെയും അങ്ങനെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് എഴുതുന്നത് വീഴ്ച വന്നതായുള്ള വിമർശനം കഴിഞ്ഞ സമ്മേളനങ്ങളിലൊന്നും ഉയർന്നതായി നമുക്ക് ഓർമ്മിക്കാനും കഴിയുന്നില്ല. പക്ഷേ MV ഗോവിന്ദന്റെ പ്രവർത്തനത്തിൽ പൊതുവിൽ
പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു വിമർശനമാണ് ഉണ്ടായത്. ആ വിമർശനം ഉണ്ടായി എന്ന വാർത്തകളെ എം.വി. ഗോവിന്ദൻ ഇന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. വൈകിട്ട് വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വിമർശനമുണ്ട്, പക്ഷെ നിങ്ങൾ പറയും പോലെ അല്ല എന്ന് പറഞ്ഞ അദ്ദേഹം അതിൽ നിന്ന് വഴിമാറുകയായിരുന്നു. ഏതായാലും അതിരൂക്ഷ വിമർശനം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉണ്ടായി. സംസ്ഥാന സെക്രട്ടറി വിമർശനങ്ങൾ CPM-ൽ സംസ്ഥാന സെക്രട്ടറി നല്ല നേതാക്കൾക്ക് വിമർശനങ്ങൾ ഉള്ള അവസരം CPM-ലുണ്ട്. പക്ഷേ സംസ്ഥാന സെക്രട്ടറിക്ക് വിമർശനം വരുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ ആലോചിച്ച് പോകേണ്ടതുണ്ട്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം കോടിയേരിക്ക് പകരക്കാരായി വന്നതാണ്. ഇതാദ്യ സമ്മേളനമാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അദ്ദേഹം സമ്മേളനത്തിലൂടെ സെക്രട്ടറി ആകാൻ പോകുന്നത്. അല്ലെങ്കിൽ മറ്റൊരു അട്ടിമറി ഉണ്ടാകുമോ എന്ന സംശയങ്ങളൊക്കെ ചില കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു തരത്തിലും മാറ്റത്തിനും സാധ്യതയില്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും സംസ്ഥാന സെക്രട്ടറി സംഘടിതമായാണോ ഈ ഒരു വിമർശനം വന്നതെന്ന് കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ നവഫാഷിസം വിശദീകരിക്കുമ്പോൾ പോലും അതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രകാശ് കാരാട്ടിനത് വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഏതൊക്കെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നത്? അങ്ങനെ വിഷയാധിഷ്ഠിതമായി തന്നെ ഉള്ള വിമർശനം സെക്രട്ടറിക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ? 8 മണിയോടുകൂടിയാണ് 8:15 കൂടിയാണ് ഇന്നത്തെ സമ്മേളന നടപടികൾ അവസാനിച്ചത്. അതിനുശേഷം പ്രതികൾ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണിത്. കുറച്ചുകൂടി വ്യക്തത അറിയേണ്ടതുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു സംഘടിതമായ വിമർശനമാണോ അല്ലെങ്കിൽ സമ്മേളനങ്ങളിൽ ചില ഒറ്റപ്പെട്ട വിമർശനമാണോ? രാവിലെ ഹർഷകുമാറിന്റെ ഭാഗത്ത് അങ്ങനെ വിമർശനമുണ്ടായി. മറ്റു ചില പ്രതികളും സംസ്ഥാന സെക്രട്ടറി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതൊരു സംഘടിത രൂപമുണ്ടോ അല്ലെങ്കിൽ അതേതെങ്കിലും ലക്ഷ്യം വച്ചുള്ള വിമർശനമാണോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും സംസ്ഥാന സെക്രട്ടറിയുടെ പ്രവർത്തനത്തിൽ അത്ര മതിപ്പില്ലാത്ത പ്രവർത്തകരുണ്ട്. പല വിഷയങ്ങളിലും സെക്രട്ടറിയുടെ വാക്കുകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത് പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ രക്ഷാകവചവുമായി കോടിയേരി രംഗത്ത് വരുന്നുവെങ്കിൽ ഇപ്പോൾ സെക്രട്ടറി തന്നെ പല വിഷയങ്ങളിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. അതിന്റെ ഒരു അമർഷമാണ് പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്. അതിന്റെ ഒരു വികാരമാണ് പ്രവർത്തകരുടെ പ്രതിനിധികളുടെ ചർച്ചയിൽ ഉയർന്നു വന്നത്. അതിനൊരു സംഘടിത രൂപമുണ്ടോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. തീർച്ചയായും എന്തായാലും ഗുരുതരമായ രീതിയിലുള്ള ചില വിമർശനങ്ങൾ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയരുന്നു, സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തുന്നു എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ് എന്ന തരത്തിൽ. ഒപ്പം നിലപാടുകളിൽ പലപ്പോഴും വ്യക്തതയില്ല. രാവിലെ ഒന്ന് പിന്നീട് വൈകിട്ടൊന്ന് എന്ന തരത്തിൽ വരുന്നു. അത് ആണികൾക്കിടയിൽ പോലും വലിയ രീതിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം മുൻ SP സുജിത് ദാസിനെ തിരിച്ചെടുത്തു. 6 മാസത്തെ സസ്പെൻഷന് ശേഷമാണ് സുജിത് ദാസിനെ തിരിച്ചെടുത്തത്. PV അൻവറുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു സസ്പെൻഷൻ. സുജിത് ദാസിന് പുതിയ തസ്തിക നൽകിയിട്ടില്ല. ഫോൺ സംഭാഷണം പുറത്തു വന്നത് വിവാദമായതോടെയാണ് സുജിത് ദാസിനെതിരെ തിരുവനന്തപുരം റേഞ്ച് DIG അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത്. വിവാദ ഫോൺ സംഭാഷണത്തിൽ ADGP MR അജിത് കുമാറിനെതിരെയും മറ്റ് SP-മാരെക്കുറിച്ചും സുജിത് ദാസ് നടത്തിയ പരാമർശങ്ങൾ ഗുരുതരമായ ചട്ടലംഘനമാണെന്നായിരുന്നു റിപ്പോർട്ട്. അതേസമയം സുജിത് ദാസിനെ തിരിച്ചെടുത്തത് CPM RSSന് നൽകിയ സമ്മാനമെന്ന് PV അൻവർ. പോലീസിലെ RSS വൽക്കരണത്തിന്റെ തെളിവാണ് ഇത്. അന്വേഷണം പൂർത്തിയാകാതെ തിരിച്ചെടുത്തത് സംസ്ഥാനത്ത് തന്നെ ആദ്യ സംഭവമാണെന്നും PV അൻവർ പറഞ്ഞു. ഈ പാർട്ടി സമ്മേളനത്തിൽ RSS BJPക്കുള്ള സമ്മാനമായിട്ട് വേണമെങ്കിൽ സുജിത് ദാസിന്റെ ഇന്നത്തെ ഈ തിരിച്ചെടുക്കലിനെ നമുക്ക് കാണാം. മലപ്പുറം ജില്ല, നമ്മളിത് ഇരിക്കുന്ന ജില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3.5 വർഷക്കാലം ഈ ജില്ലയെ കുട്ടിച്ചോറാക്കിയ IPS ഓഫീസറാണ് സുജിത് ദാസ്. ഇന്ന് ഏറ്റവും ദുഃഖമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു ഓട്ടോ ഡ്രൈവർ മർദ്ദനമേറ്റ് കുഴഞ്ഞു വീണ്ടും മരിച്ച സംഭവം. അതിൽ അബ്ദുൾ ലത്തീഫിന്റെ മരണകാരണം ഹൃദയാഘാതമാണ് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നു. മർദ്ദനമേറ്റ് ടെൻഷൻ കൂടിയത് ഹൃദയാഘാതത്തിന് കാരണമായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ വരുമ്പോൾ മനസ്സിലാകുന്നത്. പ്രതികൾക്കുമേൽ നരഹത്യാ വകുപ്പ് ചേർക്കും. ഇന്ന് രാവിലെയാണ് ബസ് ജീവനക്കാരും അബ്ദുൾ ലത്തീഫും തമ്മിൽ സംഘർഷമുണ്ടായത്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? രേണുക സൂചിപ്പിച്ചപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമികമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അബ്ദുൾ ലത്തീഫിന്റെ മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളുടെ ദേഹത്ത്
മുറിവുകളോ പരിക്കുകളോ ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇയാൾക്ക് സമ്മർദ്ദം കൂടിയതാകാം ഹൃദയാഘാതത്തിന് വഴിയൊരുക്കിയത് എന്നും ഡോക്ടർമാർ, ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ വിലയിരുത്തുന്നുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ രാവിലെ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് പ്രതികളായ 3 പേർക്കെതിരെ, ഈ ബസ് ജീവനക്കാർക്കെതിരെ നരഹത്യാ കുറ്റം IPC 304 ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പാണ്. ഇതിനു പുറമെ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുന്ന കാര്യം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാകുക എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ഓട്ടോറിക്ഷയിൽ ആളുകളെ കയറ്റി എന്ന് പറഞ്ഞ് ബസ് ജീവനക്കാരും അബ്ദുൽ ലത്തീഫും തമ്മിൽ സംഘർഷമുണ്ടാവുന്നത്. പരസ്പരം കയ്യേറ്റമുണ്ടായി. അതിനുശേഷം അബ്ദുൽ ലത്തീഫ് തന്നെ ആശുപത്രിയിലേക്ക് നേരിട്ട് ഓട്ടോറിക്ഷയിൽ പോവുകയും അവിടെ എത്തി കുഴഞ്ഞു വീണ് മരിക്കുകയുമാണ് ചെയ്തത്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മണ്ഡല പുനർനിർണയ നീക്കത്തിൽ നിർണായക നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. വിഷയത്തിൽ 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം MK സ്റ്റാലിൻ വിളിച്ചു. ഈ മാസം 22-ന് നടക്കുന്ന യോഗത്തിൽ കേരളം, പശ്ചിമബംഗാൾ ഉൾപ്പെടെ 7 സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കാണ് ക്ഷണം. സംയുക്ത സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സമ്മർദ്ദം ശക്തമാക്കാനാണ് തീരുമാനം. തന്നെ കെണിയിൽ വീഴ്ത്തിയതാണെന്നാരോപിച്ച് സ്വർണ്ണക്കടത്തിന് പിടിയിലായ കന്നഡ നടി രണ്യ റാവു. തനിക്ക് സ്വർണ്ണക്കടത്ത് റാക്കറ്റുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കിയ രണ്യ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ പൊട്ടിക്കരഞ്ഞു. ദുബായിലേക്ക് മാത്രമല്ല താൻ യാത്ര നടത്തിയിരുന്നതെന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും സൗദി അറേബ്യയിലേക്കും യാത്ര നടത്തിയ താൻ വേണ്ടത്ര വിശ്രമം ലഭിക്കാത്തതിനാൽ ക്ഷീണിതയായിരുന്നുവെന്നും മൊഴി നൽകി. ചോദ്യം ചെയ്യലിനിടെ കുറ്റസമ്മതം നടത്തിയ രണ്യയുടെ വെളിപ്പെടുത്തലുകൾ കേസിന് പുതിയ മാനം നൽകിയിട്ടുണ്ട്. ശരീരത്തിൽ ഒളിപ്പിച്ച 12 കോടിയോളം വിലമതിക്കുന്ന സ്വർണ്ണക്കട്ടികളാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് DRIയുടെ സംഘം പിടികൂടിയത്. ഹരിയാനയിലെ പഞ്ച്കുലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ജഗ്വാർ യുദ്ധവിമാനം തകർന്നു വീണു. പൈലറ്റ് പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. മറ്റാർക്കും പരിക്കില്ലെന്നാണ് പ്രാഥമിക വിവരം. ബ്രിട്ടീഷ് ഫ്രഞ്ച് സഹകരണത്തിൽ നിർമ്മിച്ച ഗ്രൗണ്ട് അറ്റാക്ക് എയർക്രാഫ്റ്റാണ് ജഗ്വാർ. തകർന്നതിന്റെ കാരണങ്ങൾ വ്യോമസേന അന്വേഷിച്ചു വരികയാണ്. രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതരോ? ന്യൂസ് 18 സർവേ. രാജ്യത്തെ നഗരപ്രദേശങ്ങളിൽ സ്ത്രീകൾക്കിടയിൽ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരുടെ എണ്ണം കുറവെന്ന് സർവേ ഫലങ്ങൾ. ന്യൂസ് 18 നടത്തിയ പരിശോധനയിൽ പ്രതികരിച്ചവരിൽ 82% സ്ത്രീകളും നഗരങ്ങളെ സുരക്ഷിത അന്തരീക്ഷമായി കണക്കാക്കുന്നു. നഗരപ്രദേശങ്ങൾ സുരക്ഷിതമല്ലെന്ന് കരുതുന്നത് 6% മാത്രം. ഇന്ത്യൻ നഗരങ്ങൾ പകൽ സമയത്ത് സുരക്ഷിതമാണെങ്കിലും രാത്രിയിൽ സാഹചര്യം മറിച്ചാണെന്ന് സർവേ വ്യക്തമാക്കുന്നു. പകൽ സമയം സുരക്ഷിതരാണ് എന്ന് 82% സ്ത്രീകൾ അഭിപ്രായപ്പെട്ടപ്പോൾ രാത്രി സുരക്ഷിതമാണെന്ന് 42% മാത്രമേ കരുതുന്നുള്ളൂ. അഹമ്മദാബാദ്, ഇൻഡോർ, മുംബൈ എന്നീ നഗരങ്ങളിലെ സ്ത്രീകളാണ് ഏറ്റവും കുറവ് സുരക്ഷാ ആശങ്കകൾ പങ്കുവയ്ക്കുന്നത്. ഗതാഗത സൗകര്യങ്ങളിലെ സുരക്ഷയെക്കുറിച്ചുള്ള ധാരണകൾ ആശങ്കാജനകമാണ്. പകൽ സമയത്തെ യാത്രകളിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് 70% പേരും കരുതുമ്പോൾ രാത്രിയിൽ സുരക്ഷിതരാണ് എന്ന് കരുതുന്നത് 31% മാത്രം. പ്രതികരിച്ചവരിൽ പകുതിയോളം പേർ പൊതുഗതാഗതം കൂടുതൽ സുരക്ഷിതം എന്ന് വിലയിരുത്തുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സുരക്ഷയെക്കുറിച്ച് പ്രതികരിച്ചവരിൽ ഭൂരിഭാഗവും അനുകൂല നിലപാടാണ് വ്യക്തമാക്കുന്നത്. 87% സ്ത്രീകളും ഇവിടെ സുരക്ഷിതരാണെന്ന് കരുതുന്നു. ജോലിസ്ഥലങ്ങളിൽ സുരക്ഷിതരാണ് എന്ന് 92% പേരും കണക്കാക്കുന്നു. തൊഴിലിടങ്ങളിൽ സുരക്ഷ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് 86% പേരും വിശ്വസിക്കുന്നു. സ്ത്രീകൾ പൊതുയിടങ്ങളിൽ നേരിടുന്ന പ്രധാന പ്രശ്നമായി പറയുന്നത് മോശമായ ഭാഷാ പ്രയോഗമാണ്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 20 നഗരങ്ങളിലാണ് സർവേ നടന്നത്. 8000-ഓളം സ്ത്രീകളാണ് പ്രതികരിക്കാൻ തയ്യാറായത്. പൊതുപരിസ്ഥിതികളിൽ ലിംഗനീതിയിൽ അധിഷ്ഠിതമായ ബഹുമാനത്തിന്റെയും പിന്തുണയുടെയും ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിനോടൊപ്പം സുരക്ഷിതമല്ലാത്ത അനുഭവങ്ങളെ അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും സർവേ അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വൈദ്യുതി ചാർജിന് പരിഹാരം കാണാനെന്ന പേരിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സോളാർ പാനൽ യൂണിറ്റിൽ നിന്ന് 1 യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാനാകാതെ കമ്പനി. പൊതുമേഖലാ സ്ഥാപനമായ ഓട്ടോകാസ്റ്റിൽ 1 വർഷം മുൻപാണ് 8 ഏക്കർ ഭൂമിയിൽ വ്യവസായ വകുപ്പ് ആയിരക്കണക്കിന് സോളാർ പാനലുകൾ സ്ഥാപിച്ചത്. 10 ലക്ഷം രൂപ പ്രതിമാസ ചെലവ് കുറയ്ക്കാനുതകുന്ന പദ്ധതിയാണ് ആർക്കും പ്രയോജനമില്ലാതെ കാട് പിടിച്ച് നശിക്കുന്നത്.
ഒരു മാസം 10 ലക്ഷം രൂപ കുറയും. അത്രയും കുറയുമെന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതെ, അതോടുകൂടി ഉൽപാദന ചെലവ് കുറയും. കുറെ കൂടി വിപണിയിൽ നമുക്ക് മത്സര സജ്ജമാകാൻ കഴിയുമെന്നതാണ് ഒരു ഗുണം. 2, മുടക്കിയത് ഒരു 9 മാസം കൊണ്ട് 9 വർഷം കൊണ്ട് തിരിച്ച് ലഭിക്കുമെന്ന രൂപത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. 2024 ജനുവരി 19 ആലപ്പുഴയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയായ ഓട്ടോകാസ്റ്റിൽ സോളാർ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിക്കുന്നത്. കാക്കനാട് കേന്ദ്രീകരിച്ചുള്ള ഇൻകം ലിമിറ്റഡ് എന്ന കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. 1 വർഷം പിന്നിടുമ്പോൾ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? ഒരു വർഷം മുമ്പ് പൊതുമേഖലാ സ്ഥാപനമായ ചേർത്തല ഓട്ടോകാസ്റ്റിന്റെ 2 ഏക്കർ ഭൂമിയിൽ സർക്കാർ നിർമ്മിച്ച സോളാർ പാനൽ യൂണിറ്റാണ് നമുക്ക് പിന്നിൽ ഈ കാണുന്നത്. 10 കോടി രൂപയിലേറെ ചിലവഴിച്ച് നിർമ്മിച്ച ഈ പദ്ധതി കൊണ്ട് കമ്പനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. ദൃശ്യങ്ങൾ കണ്ട 2 ഏക്കർ കൂടാതെ 6 ഏക്കറിൽ കൂടി ഓട്ടോകാസ്റ്റിൽ സോളാർ പാനൽ യൂണിറ്റുകൾ വ്യാപിച്ചു കിടക്കുന്നു. 10.33 കോടി രൂപയായിരുന്നു നിർമ്മാണ തുക. മാസം 35 മുതൽ 40 ലക്ഷം രൂപ വരെയാണ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലയായ ഓട്ടോകാസ്റ്റിന്റെ വൈദ്യുതി ചാർജ്. 2 മെഗാവാട്ട് വൈദ്യുതിയാണ് സൗരോർജ്ജ പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചത്. അങ്ങനെയെങ്കിൽ മാസം 10 ലക്ഷം രൂപ വൈദ്യുതി ചാർജ് ഇനത്തിൽ ഓട്ടോകാസ്റ്റിന് ലാഭിക്കാം. 9 വർഷം കൊണ്ട് മുടക്കുമുതൽ തിരിച്ചു പിടിക്കാമെന്നും കണക്കുകൂട്ടൽ. 1,40 ലക്ഷം രൂപ ഇതിനകം ഓട്ടോകാസ്റ്റിന് വൈദ്യുതി ചാർജ് ഇനത്തിൽ ലാഭിക്കേണ്ട പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? തൊഴിലാളികൾ പറയട്ടെ. സർക്കാരിലുള്ള കെടുകാഴ്ചതയാണ്. ഓട്ടോകാസ്റ്റിന്റെ പേരിൽ വൻതുക സർക്കാർ അനുവദിച്ചെങ്കിൽ തന്നെയും അതൊക്കെ കാര്യമായ രീതിയിലോ സ്ഥാപനത്തിന്റെ പുരോഗതിക്കോ ഉതകാത്ത രീതിയിലാണ് ഫണ്ടുകൾ ചെലവഴിക്കുന്നത്. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ മിഷനറികൾ വാങ്ങി സ്ഥാപനത്തെയും തൊഴിലാളികളെയും ഇല്ലാതാക്കാനാണ് ഈ സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് കോടികൾ മുടക്കിയ പദ്ധതി നടപ്പാകാതെ പോയി എന്ന് ഓട്ടോകാസ്റ്റ് നൽകിയ മറുപടി കാണാം. വിവരാവകാശ രേഖകൾ പ്രകാരം ഉദ്ഘാടന വേളയിൽ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രാഥമികമായി നേടേണ്ട KSEBയുടെ ഗ്രിഡ് കണക്ടിവിറ്റി പോലും ഓട്ടോകാസ്റ്റ് നേടിയിരുന്നില്ലെന്ന് രേഖകളിൽ നിന്ന് വ്യക്തം. 10 കോടി രൂപ ചെലവഴിച്ച് 1 വർഷം പിന്നിടുമ്പോൾ 1 രൂപയുടെ വൈദ്യുതി പോലും ഓട്ടോകാസ്റ്റിന് ഉൽപ്പാദിപ്പിക്കാനായില്ലെന്ന് രേഖകൾ പറയുന്നു. പ്രോജക്റ്റ് ഇതിന്റെ KSEB ആയിട്ടുള്ള ഒരു അനുമതി പോലും ലഭിക്കാതെയാണ് ഇതിങ്ങനെ നടത്താൻ കാരണം. അതുകൊണ്ടാണ് നമുക്ക് സർക്കാർ ഇതിനുള്ള അനുമതി കിട്ടാതെയാണ് ഇത് പ്രോജക്റ്റ് എല്ലാം നടത്തിയത്. അതിന്റെ തെളിവാണ് ഈ കാണുന്നതെല്ലാം. ഇന്ന് 8 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച യൂണിറ്റിന്റെ അവസ്ഥ ഇതാണ്. കാട് കയറി പലതും നശിച്ചു തുടങ്ങിയിരിക്കുന്നു. 10 കോടി രൂപയ്ക്കുമേൽ ചിലവുള്ള പദ്ധതികളുടെ കരാറിൽ ഏർപ്പെടുമ്പോൾ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വേണം. അടിസ്ഥാനപരമായി ഈ കടമ്പകൾ കടക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലും പൂർത്തീകരിക്കാൻ വ്യവസായ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. പ്രവർത്തന സജ്ജമല്ലാതിരുന്നിട്ടും യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പോലും കബളിപ്പിക്കലായിരുന്നുവെന്നാണ് ആക്ഷേപമുയരുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം.
സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്തുകാർ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ എറണാകുളത്ത് തമ്പടിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിൽ എക്സൈസ്. ഇവരാണ് ജില്ലയിലേക്കുള്ള കഞ്ചാവ് കടത്ത് നിയന്ത്രിക്കുന്നത്. അടുത്തിടെ പിടിയിലായ ഭൂരിഭാഗം കേസുകളിലും പ്രതികളായത് ഇതര സംസ്ഥാനക്കാരാണ്. ആലുവ, പെരുമ്പാവൂർ മേഖലകൾ കഴിഞ്ഞ കുറെ നാളുകളായി ലഹരി മാഫിയയുടെ താവളമാണ്. ആര് വരുന്നു പോകുന്നു എന്ന കൃത്യമായ ഒരു കണക്ക് പോലീസിനോ മറ്റ് ഏജൻസികൾക്കോ ഇല്ല. എല്ലാ കൾട്ടിവേഷനും എല്ലാം നടക്കുന്നതെല്ലാം നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിൽ ബാംഗ്ലൂർ, മൈസൂർ, ഹൈദരാബാദ്, ഗോവ എന്നിങ്ങനെ ഏരിയകളിലാണ്. ഓക്കെ, ഇതെല്ലാം കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് അത് വാസ്തവമാണ്. അതുകൊണ്ട് ഇവിടെ കേസുകൾ കൂടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എക്സൈസും പോലീസും വളരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്നുണ്ടാണ്. കഴിഞ്ഞ ദിവസം ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് ഉപേക്ഷിച്ച നിലയിൽ 14 കിലോ കഞ്ചാവാണ് കണ്ടെടുത്തത്. ഒഡീഷയിൽ നിന്നുമാണ് കൂടുതൽ കഞ്ചാവ് എത്തുന്നത്. കഞ്ചാവ് കച്ചവടത്തിന് പിറകിലുള്ളതും ഇവർ തന്നെയാണ്. കച്ചവടം നടത്തി അടുത്ത തീവണ്ടിയിൽ തന്നെ മടങ്ങിപ്പോകുന്നതാണ് ഇവരുടെ രീതി. റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ കൂടുതൽ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസും എക്സൈസും. ന്യൂസ് 18 കൊച്ചി. കാട്ടാനപ്പേടിയിൽ പരീക്ഷ എഴുതേണ്ടുന്ന ഗതികേടിലാണ് മൂന്നാർ ഗൂഡാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴിയരികിൽ തമ്പടിച്ചിരിക്കുകയാണ് പടയപ്പ അടക്കമുള്ള കാട്ടാനകൾ. ജീവൻ കയ്യിൽ പിടിച്ചാണ് രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിലെ സർക്കാർ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് കാട്ടുകൊമ്പൻ പടയപ്പയടക്കം ഒരുപറ്റം കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് ഈ കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ട്. SSLC പരീക്ഷയായതിനാൽ സ്കൂളിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല. സ്കൂൾ മൈതാനത്തും കാട്ടാനകൾ വിഹരിക്കുന്നതോടെ എങ്ങനെ സ്കൂളിലെത്തി പരീക്ഷ എഴുതുമെന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും ചോദിക്കുന്നത്. പ്രദേശത്ത് തന്നെ പടയപ്പ എന്ന് പറഞ്ഞൊരു ആന ഉണ്ട്, കൊമ്പും പിന്നെ കൂടാതെ ഒരു 6 ആന കൂട്ടവും ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ RRT ഈ പരീക്ഷ തീരുന്നവരെ തന്നെ തുടർന്ന് ஆவசப்பட்டதனுசரித்து ഇവിടെ கேம்ப் ചെയ്യുന്നുണ്ട്. இந்த படையப்பா யானையோட ஒரு தொல்லை இருக்கிறதுனால RRT காலையில் 6:30 இங்கே கூட கொஸ்டின் பேப்பர் எடுத்து இங்கே கொண்டு வந்துட்டு எக்ஸாம் முடிக்கிற வரைக்கும் நல்ல பாதுகாப்பும் கொடுக்குறாங்க. எக்ஸாம் ஒரு பிரச்சனை இல்லாமல் நல்லபடியாக നടക്കും. പരീക്ഷ നടക്കുന്ന പ്രദേശത്ത് RRT സംഘത്തിന്റെ നിരീക്ഷണമുണ്ട്. ഈ സംഘത്തെ വിശ്വസിച്ചാണ് ഗൂഡാർവിള സ്കൂളിലെ കുട്ടികൾ പരീക്ഷയ്ക്കെത്തുന്നത്. ഈ സ്ഥിതി എത്ര നാൾ തുടരുമെന്ന് അറിയാതെ കുഴങ്ങുകയാണ് നാട്ടുകാർ. എത്രയും വേഗം ആനകളെ കാട്ടിലേക്ക് തുരത്താൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മധ്യഭാഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണെന്നാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന സർവേയിലെ കണ്ടെത്തൽ. വിഭജനശേഷം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ മധ്യഭാഗം മാറിയെങ്കിലും ഇന്നും നാഗ്പൂരിൽ പഴയ സർവേയെ ഓർമ്മിപ്പിക്കുന്ന സ്മാരകങ്ങളുണ്ട്. നാഗ്പൂരിലെ 0 മൈലിൽ നിന്ന് എൽദോ പോൾ പുതുശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതാണ് ആ സ്ഥലം. ഏത് സ്ഥലം? ഇന്ത്യയുടെ ഒത്ത നടുക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന 0 മൈൽ. കണ്ടല്ലോ ഇവിടെ 0 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഈ മൈൽക്കുറ്റിയിലാണ് ബ്രിട്ടീഷുകാർ 1907 മാർക്ക് ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ നടുഭാഗമാണ് ഭൂമിശാസ്ത്രപരമായി. ഇവിടെ നിന്നാണ് ഇന്ത്യ തുടങ്ങുന്നത്, ഇന്ത്യ അളക്കാൻ. ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക്, ഏത് അതിർത്തിയിലേക്ക് എത്ര ദൂരം എന്നുള്ളതായിരുന്നു കണക്കാക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ പലയിടങ്ങളിലും ഓരോ നഗരങ്ങളിലേക്കൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. വാരാണസി 729 കിലോമീറ്റർ, ജബൽപൂർ 273 മൈൽക്കുറ്റിയുടെ അപ്പുറത്ത് കന്യാകുമാരിയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കന്യാകുമാരിയിലേക്ക് ഇവിടുന്ന് 1600 കിലോമീറ്റർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈദരാബാദിലേക്ക് 485. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ മധ്യഭാഗത്ത്, അത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സർവേ നടത്തിയപ്പോൾ തീരുമാനിച്ചതാണ്. ഇതാണ് നാഗ്പൂരിലെ ഈ 0 മൈലാണ് ഇന്ത്യയുടെ നടുഭാഗമെന്ന്. 1802 ബ്രിട്ടീഷുകാർ ഇത്തരത്തിലൊരു സർവേ നടത്തുന്നത്. അതായത് 1802 വില്യം ലാപ്ടൺ എന്ന ബ്രിട്ടീഷ് കാലാൾപ്പടയിലെ ഉദ്യോഗസ്ഥനാണ് ഈ സർവേക്ക് തുടക്കമിടുന്നത്. അന്ന് ആ സർവേ തുടങ്ങി ഏതാണ്ട് 70 വർഷം എടുത്തു ആ സർവേ പൂർത്തിയാക്കാൻ, ഇന്ത്യയുടെ ഒരു എത്രമാത്രം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിന്റെ അതിരുകൾ കണ്ടെത്താൻ എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ 70 വർഷം നീണ്ട ആ സർവേക്ക് ശേഷം 1907 ബ്രിട്ടീഷുകാർ ഇവിടെ ഈ നാഗ്പൂരിന്റെ ഈ മണ്ണിൽ
ഈ പൊസിഷനിൽ, ഈ പോയിന്റിൽ ഇത്തരത്തിലൊരു സ്തൂപം സ്ഥാപിക്കുന്നത്. ഈ സ്തൂപത്തിന്റെ ഓരോ വശങ്ങളിലും ഓരോ സ്ഥലത്തേക്കുള്ള ദൂരമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദ്, കോത്ത, അങ്ങനെ പലയിടങ്ങളിലും ഓരോന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ആ വില്യം ലാപ്ടൺ അന്ന് തുടങ്ങി വെച്ച സർവേക്ക് ഏറ്റവും ഒരു പരിണാമം എന്ന് വിശേഷിപ്പിക്കാം ഇത്. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, നിലവിൽ ഈ നാഗ്പൂർ അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഹൃദയഭൂമി. കാരണം ഇത് വിഭജനത്തിന് മുമ്പുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കണക്കാണ്. വിഭജനത്തിന് ശേഷം അത് മധ്യപ്രദേശിലെ കതൌരി ജില്ലയിലെ ഒരു കതൌരി എന്ന ഗ്രാമത്തിനാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെന്റർ, 0 മൈൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഭാഗം. പക്ഷെ എന്താണെങ്കിലും അന്ന് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച 0 മൈല് വളരെ പ്രസക്തവുമാണ്. നാഗ്പൂരിലെ ഈ 0 മൈലിൽ നമുക്ക് 4 കുതിരകളെ കാണാം. ഈ കുതിരകൾ ഇന്ത്യയുടെ 4 അതിർത്തികളുടെ അടയാളങ്ങളായിട്ടാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കുന്നത്. അങ്ങനെ 4 കുതിരകൾ ഇവിടെ ഇന്ത്യയുടെ 4 അതിർത്തികളെ അടയാളപ്പെടുത്തുന്നു. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി തന്നെ ഇതിനെ കണക്കാക്കണം. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ നാഗ്പൂരിലെത്തിയാൽ നിശ്ചയമായും നിങ്ങൾ കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കുതിരകളുടെ പിന്നിലായി മറ്റൊരു കല്ല് കാണാം. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് GTS, സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് 1907. GTS എന്നാൽ ദ ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക് സർവേ. അതാണ്, അതായത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സർവേ, അതായത് ട്രയാങ്കിളായി ചിത്രീകരിച്ച് അത് സർവേ നടത്തിയതിന്റെ തുടക്കം അത് 1800-കളിലായിരുന്നുവെങ്കിൽ 1907 ഏറ്റവും അവസാനത്തിന് ശേഷം ഇവിടെ സ്ഥാപിക്കുന്നതാണ് GTS, ദ സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക്. അതിന്റെ ഒരു മാർക്കാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഏറ്റവും ഭംഗിയാർന്ന ഒരു ചരിത്രപരമായിട്ട് അടയാളപ്പെടുത്തിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കാണാം പിന്നിൽ 0 മൈൽ ഓഫ് ഇന്ത്യ. ഇപ്പോൾ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കൂടുതൽ ഭംഗിയാക്കാനുള്ള ശ്രമത്തിലാണ് നാഗ്പൂർ. അപ്പോൾ ഇനി നാഗ്പൂരിലേക്ക് എത്തുകയാണെങ്കിൽ ഉറപ്പായും ഈ ഇടത്തെത്തുക, ഇവിടുത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. നാഗ്പൂരിൽ നിന്നും ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം എൽദോ പോൾ, പുതുശ്ശേരി, ന്യൂസ് 18. നാഗ്പൂരിൽ നിന്നുമുള്ള എൽദോയുടെ ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.